രാവിലെ 8 മണിക്ക് ഒരു അലാമുമായി റോഷിപാൽ വന്നെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുമല്ലോ. എന്താണ് നമ്മുടെ പുതിയ വാർത്ത? സുജയ, പൊളിറ്റിക്കൽ ബ്രേക്കാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് ചർച്ചയാകുന്നത് കോൺഗ്രസിനകത്തെ തർക്കങ്ങളൊക്കെയാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി, അതിന് തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചു വരാനുള്ള വലിയ തന്ത്രങ്ങൾ അത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആലോചനയിലുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ തമ്മിലുള്ള ഒരു അകൽച്ച ഇതിനൊക്കെ വെല്ലുവിളിയായി മാറുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിന് മുൻകൈ എടുക്കുക കെ സി വേണുഗോപാൽ തന്നെയാണ്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മുൻകൈയിൽ തന്നെയാകും ആ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാനത്ത് നിന്നുള്ള MP കൂടിയായ കെ സി വേണുഗോപാൽ തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുതിർന്ന നേതാക്കളെയൊക്കെ നേതൃപദവിയിലെത്തിക്കാനുള്ള നിർണായക നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത്. അതിൽ മുൻ KPCC അധ്യക്ഷന്മാർ, ഒപ്പം മുൻ കേന്ദ്രമന്ത്രിമാർ, ഇവരൊക്കെ പലരും അത്ര സജീവമല്ല, സംസ്ഥാന നേതൃത്വത്തിൽ സജീവമല്ല. അവർക്കൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ നൽകി അവരെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്നതാണ്. ജനസമ്മതിയുള്ള നേതാക്കളെ നേതൃപദവിയിലെത്തിച്ച് തിരിച്ചുവരാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വം നടത്തുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അവരുടെ ആ പരിചയ സമ്പത്ത് പരമാവധി ഉപയോഗിക്കും. തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു നേട്ടമാകും എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. ഒരു ഭാഗത്ത് നേതൃമാറ്റത്തിന്റെ ചർച്ചകൾ, അതിന്റെ ആലോചനകൾ പുരോഗമിക്കുന്നു. മറുഭാഗത്ത്